ഹലോ! നാളെ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയതാ. ഇപ്പൊ രാത്രിയാണേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ പിന്നെ ടൗണിലേക്കൊന്നും പോകണ്ട. പഴയങ്ങാടി പോയിട്ട് വാങ്ങിക്കാന്ന് വിചാരിച്ചേ. അങ്ങനെ ഇതാ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഈ ഒരു സ്റ്റുഡിയോയിലാട്ടേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവര് പെട്ടെന്ന് തന്നെ ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ. രാവിലെ തന്നെ ഈ ഒരു കൊറിയറുകാരന്റെ ഹോണടി കേട്ടിട്ടാണ് ഞാൻ ഡോർ തുറന്നിട്ടുണ്ടായിരുന്നത്. മാച്ചുവിന്റെ കാറാണേ വന്നിട്ടുണ്ടായിരുന്നത്. മാച്ചുവിന് ഒരു വലിയ കാർ കളക്ഷൻ തന്നെ ഉണ്ട്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇവര് നല്ല പാക്കിംഗ് ഒക്കെ ആയിരുന്നേ. അതുകൊണ്ട് തന്നെ കാറിന് ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലേ. അങ്ങനെ ഇതാ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയ ഇതാ കാലത്തായിട്ടേ ഉള്ളൂ. പക്ഷെ നോക്കിയാൽ നല്ല ചൂടാണ്. 33 ഡിഗ്രിയാണ് കാണിക്കുന്നത്. അങ്ങനെ ഞാൻ ഓഡിറ്റോറിയം എത്തുമ്പോഴേക്ക് കൃത്യസമയമാണ്. എല്ലാവരും ഇതാ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ കല്യാണം ആയതാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളെ യാത്രികൻ ക്ലബിലെ അഡ്മിൻ വിഭീഷിന്റെ കല്യാണമാണ്. താലികെട്ട് കഴിഞ്ഞ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നേരെ പോയത് സദ്യ കഴിക്കാൻ വേണ്ടിയാണ്. നല്ല അടിപൊളി സദ്യ ആയിരുന്നു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പാടന്നെ പിന്നെ ഞാൻ അവിടുന്ന് ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നേ.